സത്യത്തിൽ ശാസ്ത്രമെന്നത് ഒരു അത്ഭുതമെന്ന് തന്നെ പറയാം. കാരണം മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചത് മുതൽ എത്രയോ വിചിത്രമായ രഹസ്യമായ ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തെ കൊണ്ട് ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ചില ചോദ്യങ്ങൾക്ക് മാത്രം ശാസ്ത്രത്തെ കൊണ്ട് ശരിയായ ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഓരോ മനുഷ്യരിലും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടാകും. ഇവിടെയുള്ള സത്യം എന്തെന്ന് ചോദിച്ചാൽ വെറും അഭിപ്രായം വെച്ചുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ തെളിയിക്കാൻ സാധിക്കില്ല. അതിന് ശരിയായ എവിഡൻസ് ആവശ്യമാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഇന്നും ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയാത്ത 10 വളരെ കഠിനമായ ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഉത്തരമാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയ റിക്വസ്റ്റ്. ഒരുപാട് പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊരുപാട് നന്ദി. എന്നാൽ ചിലർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കുക. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ചെറിയ സബ്സ്ക്രൈബ് ഞങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഈ വീഡിയോയ്ക്ക് ഒരു 1000 ലൈക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറക്കാതെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? നമ്മുടെ പൂർവികരുടെ കാലം മുതലേ സ്വപ്നത്തിനെ ഭൂമിക്കും ദൈവത്തിനും ഇടയിലുള്ള ഒരു പാലമായി കാണുന്നു. എന്നാൽ ടെക്നോളജി പതിയെ വളർന്നു വരുമ്പോൾ ശാസ്ത്രം ഇതിനെ അംഗീകരിച്ചില്ല. ഇതിനെക്കുറിച്ച് ഗവേഷകർ ശാസ്ത്രപരമായി പറയുന്നത് നമുക്കുള്ള ആഗ്രഹങ്ങൾ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വരും എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെ ആ സ്വപ്നത്തിൽ വരുന്ന വളരെ വിചിത്രമായ ചിത്രങ്ങൾ എന്തുകൊണ്ട് കാണുന്നു, എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് ശാസ്ത്രത്തെ കൊണ്ടുപോലും ശരിയായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ സ്വപ്നങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ് കാരണമായിരിക്കാം എന്നും ഗവേഷകർ പറയുന്നു. സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറെന്നത് ഒരു അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പോലെയാണ്. എന്നാൽ അത് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും അറിയില്ല. മാത്രമല്ല, ചില സ്വപ്നങ്ങൾ മാത്രം എന്തുകൊണ്ട് നമുക്ക് മറന്നു പോകുന്നു, മറ്റു ചില സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ തന്നെ തങ്ങി നിൽക്കുന്നു, ഇതിനും ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഒരു ദിവസത്തിൽ ഏത് കാര്യത്തിനെക്കുറിച്ചാണോ കൂടുതലും ചിന്തിക്കുന്നത്, ആ ഒരു ദിവസം അത് സംബന്ധിക്കുന്ന സ്വപ്നമായിരിക്കും കൂടുതൽ വരുമെന്നും ഒരു റിസർച്ചിൽ അറിയാൻ കഴിഞ്ഞു. സ്വപ്നങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന് ഒരുപാട് തിയറീസ് ഉണ്ട്. എന്നാൽ അതിന് യാതൊരുവിധ വ്യക്തമായ ഉത്തരവും ആരെക്കൊണ്ടും നൽകാൻ സാധിച്ചിട്ടില്ല. ഇന്നും ഇത് സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അനന്തമായി ജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജനനം എന്ന ഒന്നുണ്ടെങ്കിൽ തീർച്ചയായും മരണമുണ്ടാകും. അത് വളരെ ദുഃഖമുള്ളൊരു കാര്യമാണെങ്കിലും അതാണ് സത്യം. അതുകൊണ്ടാണ് മരണത്തെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാത്തത്. എന്നാൽ ഗവേഷകർ ഇതിന് വിപരീതമായി മരണത്തെ തടയാനും മനുഷ്യന്റെ ജീവിതകാലം വർദ്ധിപ്പിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും ഒരുപാട് ഗവേഷണങ്ങൾ പല വർഷമായി ചെയ്യുന്നു. ഗവേഷകർ മരണത്തെ ഒരു രോഗമായാണ് കാണുന്നത്. അതിനാൽ ഈ രോഗത്തിനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ പല കാലങ്ങളായി ശ്രമിക്കുന്നുണ്ട്. റിക്കാർഡ്സ് എന്നയാൾ ഒരുപാട് ദിവസം ജീവിക്കാൻ ഒരു ദിവസം 150 വിറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട്. അതുവഴി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആന്റിബയോട്ടിക്സ് കൂട്ടുകയും മരണം എന്ന രോഗത്തെ തടയാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനുത്തരം പറയേണ്ടത് കാലം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം, ദൈവമുണ്ടോ? ശാസ്ത്രമനുസരിച്ച് ഈ ഭൂമിയിൽ ആദ്യത്തെ ജീവൻ ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ചെറിയൊരു സ്ഫോടനം കാരണം സംഭവിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞാലും ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാരണം, ഇതിനു മുൻപ് ജീവൻ ഏത് രൂപത്തിലായിരുന്നു എന്നും ശാസ്ത്രം ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഭൂമി രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ ജീവി എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനും ശരിയായ ഉത്തരം ശാസ്ത്രത്തെ കൊണ്ട് നൽകാൻ സാധിച്ചിട്ടില്ല. ഇവയെല്ലാം രൂപമെടുക്കാൻ ദൈവമാണ് കാരണം എന്ന് മതവിശ്വാസമുള്ളവർ പറയുകയാണെങ്കിലും ആ ദൈവം സത്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ശാസ്ത്രം ഇതുവരെ തെളിയിച്ചിട്ടില്ല. അതേസമയം അതിനെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. ആദ്യത്തെ ജീവൻ ഈ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ചില ഗവേഷണങ്ങൾ പറയുന്നത് 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അന്യഗ്രഹ ജീവികൾ ചില മൈക്രോബ്സ് ഈ ഭൂമിയിലേക്ക് തള്ളിവിട്ടു. അതാണ് കാലപ്പോക്കിൽ ഒരു ജീവിയായി മാറിയിട്ടുണ്ടാകാം എന്ന് പറയുന്നു. മറ്റു ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ പോലുള്ള ബയോളജിക്ക് ആവശ്യമായ വസ്തുക്കൾ ഈ ഭൂമിയിൽ കൂടുതലുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയാണ് നാച്ചുറലായി അത് DNA ആവുകയും അതിൽ നിന്ന് ജീവൻ ഉണ്ടായി എന്നും പറയുന്നു. നാലാമത്തെ കാര്യം, പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? ഇതാണ് ലോകത്തിൽ സംസാരിക്കുന്ന
വളരെ ആകാംക്ഷയൂട്ടുന്ന കാര്യം, ചിലർ ഏലിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റു ചിലർ ഇല്ലെന്ന് പറയുന്നു. ഇതിലേതാണ് സത്യമെന്ന് ആരെക്കൊണ്ടും ശരിയായി പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യന്റെ ജീവൻ പോലെ മറ്റ് യാതൊരു ജീവിയും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ഈ പ്രപഞ്ചത്തിലുള്ള 1 ട്രില്യൺ ഗാലക്സീസിൽ എത്രയോ ഗ്രഹങ്ങളുണ്ട്. അതിൽ മനുഷ്യരെ പോലുള്ള ജീവനുകൾ ജീവിക്കാനുള്ള സാധ്യതയുമുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ ഭൂമി പോലുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ആ ഗ്രഹങ്ങളിൽ ഏലിയൻസ് ഉണ്ടാകും എന്ന് ചില ഗവേഷകർ തറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെയുള്ള സത്യമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇതുവരെയും ഏലിയൻസ് ഉള്ളതിന്റെ യാതൊരു ശരിയായ തെളിവുകളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നാസ സയന്റിസ്റ്റ് അടുത്ത 2 പതിറ്റാണ്ടിൽ ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ശക്തിയാർന്ന ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് ട്രേസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. 5ാമത്തെ കാര്യം, നമ്മൾ മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കും? ഇതും ഈ ലോകത്തിൽ വിവരിക്കാനേ കഴിയാത്ത ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും മരിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ തന്നെ പല മില്യൺ ജനങ്ങൾക്കറിയാം. പക്ഷെ അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയാൻ സാധിക്കില്ല. കാരണം അവരെല്ലാവരും നേരത്തെ മരിച്ചു. ശാസ്ത്രമനുസരിച്ച് മരണത്തിന് 2 ഘട്ടമുണ്ട്. ഒന്നാമത്തേത് ഹൃദയമിടിപ്പ് അവസാനിച്ചാൽ വരുന്ന ആ മരണം. രണ്ടാമത്തേത് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ ഓർഗൻസിന്റെ പ്രവർത്തനം നഷ്ടമാകുമ്പോൾ ഉണ്ടാകുന്ന മരണം. എന്നാൽ മരിച്ചതിനു ശേഷം എന്ത് സംഭവിക്കുമെന്ന് പറയുക ഗവേഷകർക്ക് തന്നെ വലിയൊരു ചാലഞ്ചാണ്. മരണത്തിന്റെ മുൾമുനയിൽ പോയിട്ട് വന്ന ചിലർ, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ശരീരത്തിൽ യാതൊരു വികാരവുമില്ലായിരുന്നു, ഒന്നും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റു ചിലർ മരിച്ചതിനു ശേഷം തങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലരെ കണ്ടതായും പറയുന്നു. എന്നാൽ ഇതിനുള്ള ശരിയായ തെളിവുകളുമില്ല. 6ാമത്തെ കാര്യം, 200 വർഷങ്ങൾക്ക് ശേഷം ഉണരാൻ സാധിക്കുമോ? ക്രയോണിക് പ്രിസർവേഷൻ എന്ന ഒരു പ്രോസസ് പല വർഷങ്ങളായി ഹോളിവുഡ് മൂവീസിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയറിൽ അവർ ചെയ്യുന്നത്, ഒരു മനുഷ്യന്റെ ശരീരം കുറഞ്ഞ താപനിലയുള്ള ക്രയോജനിക് ലിക്വിഡിൽ ഭദ്രമായി സൂക്ഷിക്കും. വീണ്ടും ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം അപ്പോഴുള്ള മെഡിക്കൽ ടെക്നോളജി ഉപയോഗിച്ച് ജീവനോടുകൂടി എഴുന്നേൽപ്പിക്കും. ഒരുപക്ഷെ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ചെറിയ ചെറിയ പ്രാണികളെ ഈ ക്രയോണിക് പ്രോസസ് വഴി സംരക്ഷിക്കാൻ സാധിക്കും. എന്നാൽ മനുഷ്യ ശരീരത്തെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രയോജനിക് ടെക്നോളജീസ് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യന്റെ തലച്ചോറിനെ കൂടുതൽ വർഷം സംരക്ഷിക്കുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും ഇതിനെ സംബന്ധിക്കുന്ന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 7ാമത്തെ കാര്യം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? നമ്മൾ ഈ ഭൂമിയിൽ എന്തിന് ജനിച്ചു, എന്തിന് ജീവിക്കുന്നു? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുണ്ടെങ്കിലും ഓരോ മനുഷ്യനും ഒരു തവണയെങ്കിലും ഈ ചോദ്യത്തെക്കുറിച്ച് അവന്റെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. ദൈവത്തിന്റെ സൃഷ്ടി മനുഷ്യൻ കാണാൻ വേണ്ടിയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ചത് എന്ന് ചില മതവിശ്വാസമുള്ളവർ പറയുന്നു. എന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യം നമ്മുടെ ജനറ്റിക് കോഡ്സിൽ എഴുതിയിട്ടുണ്ടെന്ന് ചില ഗവേഷകർ പറയുന്നു. ജെറമി എന്ന ഇംഗ്ലണ്ടിലുള്ള ഒരു സയന്റിസ്റ്റ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ജീവിതം എന്നത് ഒരു ഫണ്ടമെന്റൽ ഓഫ് നാച്ചർ, ഇതുമായി കണക്ട് ആയിട്ടുണ്ട്. എനർജിയെ രൂപപ്പെടുത്താനും സാധിക്കില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. അതിനാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനർജി ലോസ് ആകുന്നത് കൊണ്ട് ആ ഒരു എനർജിക്ക് പകരം ജീവജാലങ്ങൾ ജനിച്ചു. അതല്ലാതെ ജീവിതത്തിന് യാതൊരുവിധ പർപ്പസും ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, വെറും തിയറി മാത്രമാണ്. 8ാമത്തെ കാര്യം, പ്രേതം സത്യമാണോ? ഗോസ്റ്റ് അല്ലെങ്കിൽ പ്രേതങ്ങൾ സത്യത്തിൽ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ടേഴ്സ്, അയൺ ഡിറ്റക്ടേഴ്സ്, കൂടാതെ തെർമൽ ഇമേജിംഗ് പോലുള്ള സയന്റിഫിക് മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇന്നുവരെയും പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ എടുത്ത ഒരു സർവേ വഴി അറിയാൻ സാധിച്ചത് ഏകദേശം 60% ഇന്ത്യയിലെ ജനങ്ങൾ പ്രേതം ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ അവർ നേരിട്ട് പ്രേതങ്ങളെ കണ്ടു എന്നതിന്റെ യാതൊരു തെളിവുമില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? സത്യത്തിൽ പ്രേതം ഈ ഭൂമിയിൽ ഉണ്ടോ? 9ാമത്തെ കാര്യം, ഒരു ബ്ലാക്ക് ഹോളിനുള്ളിൽ സത്യത്തിൽ എന്താണ് ഉള്ളത്? ശാസ്ത്രമനുസരിച്ച് ബ്ലാക്ക് ഹോളിൽ ഗുരുത്വാകർഷണ ബലം വളരെ കൂടുതലാണ്. അത് എത്രത്തോളം കൂടുതലെന്ന് ചോദിച്ചാൽ, അതിനടുത്തേക്ക് വരുന്ന ഏതൊരു വസ്തുവിനെയും അതിൽ നിന്ന് രക്ഷപ്പെടാനാകില്ല. അത് അകത്തേക്ക് വലിച്ചു കൊണ്ടുപോകും. പറഞ്ഞു വന്നാൽ ബ്ലാക്ക് ഹോളിൽ നിന്ന് വെളിച്ചം പോലും റിഫ്ലക്റ്റ് ആകില്ല. അതുകൊണ്ടാണ് അതിനെ ആർക്കും കാണാനും സാധിക്കാത്തത്. പൊതുവെ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാമായിരിക്കും. എന്നാൽ അതിനുള്ളിൽ എന്താണുള്ളതെന്ന് ഇന്നുവരെയും ആർക്കും അറിയില്ല. ഗവേഷകർ ഇതിനെക്കുറിച്ച് പറയുന്നത്, ബ്ലാക്ക് ഹോൾ 2 യൂണിവേഴ്സിനിടയിലുള്ള ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുകയാണ്, പ്രവർത്തിക്കുകയാണ് എന്ന്. ഈ തിയറിയാണ് ഒരുപാട് ഹോളിവുഡ് മൂവീസിലും കാണിച്ചിട്ടുള്ളത്, അവർ പ്രയോജനപ്പെടുത്തുന്നത്.
10-ാമത്തേത്, എങ്ങനെയാണ് ഗുരുത്വാകർഷണം നിലനിൽക്കുന്നത്? നമ്മൾ കാറ്റിൽ പറക്കാതെ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് ഗ്രാവിറ്റിയാണ് കാരണം എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ഒരുപക്ഷെ ഗ്രാവിറ്റി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളെല്ലാം ഒന്നോടൊന്ന് കൂട്ടിമുട്ടി കാണാതായിട്ടുണ്ടാകും. എന്നാൽ സത്യത്തിൽ ഈ ഗ്രാവിറ്റി പ്രപഞ്ചത്തിൽ എങ്ങനെ വന്നു? ഇതിന് ഗ്രാവിറ്റോൺസ് എന്ന പാർട്ടിക്കിൾസ് ആണ് കാരണം എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞാലും അതിനുള്ള സോളിഡ് എവിഡൻസ് അവരെ കൊണ്ട് കാണിക്കാൻ സാധിച്ചില്ല. ഈ സ്ഥലത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടന് നമ്മൾ നന്ദി പറയണം. സൂര്യനിൽ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റി വരുന്നു. അതുപോലെ ഗ്രഹങ്ങളിലുള്ള ഗ്രാവിറ്റി കാരണം കൊണ്ടാണ് സൂര്യൻ ആ സോളാർ സിസ്റ്റത്തിന് നടുവിലുള്ളത്. എന്നാൽ ഈ ഫോഴ്സിന് കാരണം എന്താണ് എന്ന് ശാസ്ത്രത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ശാസ്ത്രീയമായി ശരിയായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാര്യം അറിയാൻ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 5 സ്റ്റാറിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് എത്ര സ്റ്റാർ നൽകുമെന്നുള്ളത് കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.